4.5 വർഷമല്ല 10 വർഷമല്ല, ഒരു ആയുസ് മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് അതിൻ്റെ ഒടുക്കം ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതുപോലൊരു സ്നേഹമല്ല ഈശോയുടെ സ്നേഹം. അത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. എവിടെയോ മറഞ്ഞിരുന്ന് ഒരു കുരിശിൻ്റെ അറ്റത്തിരുന്ന് ഒരാൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സ്നേഹിക്കുന്നില്ലെങ്കിലും ആരൊക്കെ എന്തൊക്കെ വേദനകൾ തന്നിട്ട് പോയിട്ടും ഇപ്പോഴും കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് ആ വേദനകളുടെ നൊമ്പരം തികട്ടിക്കയറി വരുമ്പോഴും അകലെ ഇരുന്ന് ആരോ ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് എൻ്റെ ഈശോ, ആ സ്നേഹത്തിൽ നിന്ന് ആരും നിന്നെ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അങ്ങോട്ട് പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ലേശങ്ങളോ, പട്ടിണിയോ, വാളോ, നഗ്നതയോ, നാണക്കേടോ, തേപ്പ് അനുഭവങ്ങളോ, ഇട്ടേച്ചു പോയ അനുഭവങ്ങളോ, ചതിക്കുഴികളോ, മുറിപ്പെടുത്തലുകളോ, സഹനങ്ങളോ, ഇന്ന് ഈ ഓർമ്മകളുടെ നൊമ്പരങ്ങളോ, ആരുടെ ഓർമ്മകൾക്ക്, ആരുടെ ചതികൾക്ക് ഈശോയുടെ സ്നേഹത്തിൽ എന്നെ വേർപെടുത്താൻ പറ്റും? ഒരാൾക്കും പറ്റില്ല.